ആദില ഉണ്ടല്ലോ, ആദില ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റായി പുറത്തു വന്നു. എവിക്റ്റായി പുറത്തു വന്നിട്ട് ആദിലയുടെ കയ്യിൽ ഫോൺ കിട്ടിയപ്പോൾ ആദിലയ്ക്ക് മനസ്സിലായി അള്ളിയോ പണി പാളി. അപ്പൊ നമ്മൾ വെളുപ്പിക്കണമല്ലോ, നമ്മളകത്തുനിന്ന് പറഞ്ഞ പണ്ടാര സാധനങ്ങളൊക്കെ വെളുപ്പിക്കണമല്ലോ. ആദില സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. ആ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പേ ആദില എവിക്റ്റ് ആയ സമയത്ത് ആദിലൊരു ബട്ടാ സാധനം പൊട്ടിച്ചു. അതിൽ അവിടെ ഇവിടെ എല്ലാം ചോദിക്കുന്ന കിട്ടി, ഞാൻ പൊട്ടിക്കട്ടെ ഞാൻ എന്ന് പറഞ്ഞിട്ട് ആദില പൊട്ടിച്ച സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദില ചുമ്മാ ഒരു കഥ അങ്ങ് അടിച്ചു വിട്ടു. അനുമോളുടെ PR നമ്പർ എനിക്കൊരു ടിഷ്യൂ പേപ്പറിൽ എഴുതി തന്നു, പുറത്തിറങ്ങിയിട്ട് അവനെ വിളിച്ചാൽ മതി, പുള്ളി എല്ലാം സെറ്റ് ചെയ്ത് തരും. അപ്പം മറ്റവനാണ് അവനെല്ലാം സെറ്റ് ചെയ്ത് തരും. അതുപോലെ തന്നെ അക്ബറിന്റെ കുടുംബത്തെ തകർക്കാനുള്ള സാധനങ്ങളൊക്കെ അനുമോള് പറഞ്ഞു. അനുമോളാണ് ഇതെല്ലാം പുറത്തോട്ടിടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അക്ബറിനെ കുത്തി ഇളക്കി വിട്ട് അക്ബർ ഇപ്പോൾ അനുമോക്കെതിരെ. ഇതിനകത്ത് ആദില മാത്രമല്ല നൂറയും ഇതെതിരെ പറഞ്ഞു. സോ ഇത് കറങ്ങിത്തിരിഞ്ഞ് അനുമോളുടെ അടുത്ത് വന്നപ്പോഴത്തേനും അനുമോള് പറയുന്നു സ്വന്തം നമ്പർ, അനുമോളുടെ നമ്പറാണ് അനുമോൾ എഴുതി കൊടുത്തത്, അതുപോലെ തന്നെ അവരുടെ നമ്പരും എഴുതി തന്നു എന്ന് അനുമോള് പറഞ്ഞു. പക്ഷേ അനുമോള് പറയുന്നു ആരും വിശ്വസിക്കത്തില്ല, അനുമോളെ ഞങ്ങൾക്ക് വിശ്വാസമില്ല, ആരും അനുമോളെ വിശ്വസിക്കത്തില്ല. ഇവർക്കൊക്കെ വേണ്ടെന്ന് പറഞ്ഞാൽ, ഇവരൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ അനുമോൾ നമ്മളെ പേഴ്സണലി ടാർഗറ്റ് ചെയ്തു, അനുമോളുടെ PR നമ്മളെ ടാർഗറ്റ് ചെയ്തു. ഇത് മാത്രമേ ആൾക്കൊക്കെ കേൾക്കാൻ താല്പര്യമുള്ളൂ. അങ്ങനെ ആണ് ഇതായിട്ട് പോകുന്നത്. ഇതിനകത്ത് ഈ ആദിലെ നൂറെ ലക്ഷ്മി വീട്ടിൽ കയറ്റാൻ കൊള്ളൂല എന്നൊരു സാധനം പറഞ്ഞിരുന്നു. കറക്റ്റ് ആണെന്ന് തെളിയിക്കുന്ന ഒരു സാധനമാണ് ആദിലെ നൂറയും ചെയ്തിരിക്കുന്നത്. അത് അവരുടെ കമ്മ്യൂണിറ്റി ബേസ് ചെയ്തിട്ടല്ല, അവരുടെ വ്യക്തിത്വം ബേസ് ചെയ്തിട്ട്, അവരുടെ ക്യാരക്ടർ ബേസ് ചെയ്തിട്ട്. ഇത്രയും നാൾ ഫ്രണ്ടാ എന്ന് പറഞ്ഞ് കൂടെ നിന്നിട്ട് ആ ഫ്രണ്ടിനെ എന്ത് നിസ്സാരമായിട്ടാണെന്നറിയോ ഇവര് തേച്ച് വിട്ടത്. ഇവർക്ക് ആ ഫ്രണ്ടിനോടൊരു പേഴ്സണൽ വിരോധമുണ്ട്, വൈരാഗ്യമുണ്ട്. അതിനു വേണ്ടിയിട്ട് അടിച്ചങ്ങ് വിട്ടു. അവളുടെ PR നമ്പർ എഴുതി തന്നു. എന്നാ പറയുന്നത് കള്ളമാണ്, ഞാൻ പറയുന്നത് തെണ്ടിത്തരമാണ് എന്നൊരു മിനിമം ബോധം ഇല്ലാത്ത ടീമുകളാണ് നിങ്ങളെല്ലാം. അപ്പോൾ അനുമോൾ ഇവരോടെല്ലാം പറഞ്ഞു ഞാൻ അവളുടെ നമ്പർ മേടിക്കുകയും എൻ്റെ നമ്പറാണ് അവർക്ക് എഴുതി കൊടുത്തത്, അത് ആദിലയുടെ നൂറയുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. നൂറയോട് വന്ന് ചോദിച്ചപ്പോൾ നൂറ ജസ്റ്റ് വായി ഒന്ന് വീണു, നിന്റെ ചേച്ചിയുടെ നമ്പരാണ് എന്ന് പറഞ്ഞ് വീണു. പക്ഷേ ഈ അക്ബറിനോടും കാര്യങ്ങളോടും എല്ലാം അത് മിസ്ലീഡ് ചെയ്യപ്പെട്ടത് അനുമോളുടെ PR നമ്പർ അക്ബറിനങ്ങ് തീർത്തുകളയാന്നുള്ള സെറ്റപ്പിലാണ് നമ്മൾ ചെയ്തത്. നിങ്ങൾ പറയുന്നത് കള്ളമാണെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ ഓർക്കണം. രണ്ടാമത്തെ സീൻ, നിങ്ങൾ പറയുന്നത് ജനങ്ങൾ മൊത്തം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു TV ഷോയിലാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. ബേസിക്കലി സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹെയ്റ്റോടെയാണ് ആദില നൂറ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറുന്നത്. അവിടുന്ന് അതിലും കൂടുതൽ ഹെയ്റ്റോടെയാണ് ഇവർ തിരിച്ചിറങ്ങുന്നത്. അതായത് അവസാന വീക്ക് വരെ പോസിറ്റീവായിട്ട് നിർത്തിയിട്ട് ലാസ്റ്റ് വീക്കിൽ നമ്മൾ തെണ്ടികളാട്ടോ എന്ന് കാണിക്കുന്നൊരു സാധനമാണ് ആദില നൂറ ചെയ്തത്. സോ അനുമോൾ എല്ലാവരും ഈ ടിഷ്യൂ കൊണ്ട് കാണിക്കുന്നു, നെവിനെ കാണിക്കുന്നുണ്ട്, അവളുടെ നമ്പർ എഴുതി മേടിച്ചത്, ഇതുപോലെ എൻ്റെ നമ്പർ അവളുടെ കയ്യിലും ഉണ്ട്, ഇത് സാധനം നൂറയുടെ ഉണ്ട്. നൂറോട് ചോദിച്ചപ്പോൾ നൂറ് പറഞ്ഞു എനിക്കറിയില്ല, എൻ്റെ അതില്ല, കളഞ്ഞു എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ കാണുന്നൊരു സീൻ, നൂറ ഈ സാധനം എടുത്ത് ചുരുട്ടി കൂട്ടിക്കൊണ്ട് ടിഷ്യൂ പേപ്പർ കളയുന്നൊരു രംഗമാണ്. ആ രംഗം നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇതാണ് ആ രംഗം വരുന്നത്. അനുമോൾ അവിടെ ഡ്രസ്സപ്പ് ചെയ്യുകയും ജിസേൽ അവിടുന്ന് മേക്കപ്പ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് നൂറ അവിടുന്ന് വരികയും നൂറയുടെ കയ്യിൽ കണ്ടോ ടിഷ്യൂ. ഈ സാധനമാണ് അനുമോളുടെ അവിടെ വിവാദമായ സാധനം. ഈ സാധനം അനുമോൾ കണ്ടെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നൂറയ്ക്ക് അവിടെ നിലനിൽപ്പില്ല, നൂറയ്ക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആ സാധനം എടുത്ത് ഡിസ്പോസ് ചെയ്ത് അനുമോളുടെ തലയ്ക്ക് നമ്മൾ ഇവിടുന്ന് എല്ലാ പ്രശ്നങ്ങളും കെട്ടിവെക്കണം എന്ന് ചിന്തിച്ചത്. ഈ ആദില പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ആദില കുഞ്ഞിന് മനസ്സിലായത് നമ്മൾ അങ്ങനെയല്ല, നമ്മൾ പുറത്തുനിന്ന് വന്ന ആളുകൾ പറഞ്ഞപ്പോൾ നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആയി പോയതാണ്. ശരിക്കും അനുമോൾ ഒരു തങ്ക കട്ടിയാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലായത്. അതായത് ഞാൻ പറയുന്നത് അനുമോൾ ഇതെല്ലാം അറിഞ്ഞത് നന്നായി. ഇല്ലെങ്കിൽ പുറത്തിറങ്ങി കഴിയുമ്പോഴും ഫ്രണ്ടേ എന്ന് പറഞ്ഞിട്ട് ഈ എടുത്ത് തലയെ കൊണ്ട് നടക്കുകയും അത് വളരെ മോശമായിട്ട് ബാധിക്കുന്ന ഒരു സ്ഥലത്തിലേക്ക് അനുമോക്ക് തന്നെ പോയി. ഇപ്പൊ അനുമോക്ക് മനസ്സിലായി ഇതുങ്ങൾ സർപ്പങ്ങൾ ഇവരെ കടിച്ചു കഴിഞ്ഞാൽ സർപ്പങ്ങൾ ചത്തുപോകും, അത്രയ്ക്ക് വിഷമാണ് ഈ ആദിലെ നൂറ എന്നുള്ള സാധനം മനസ്സിലായി. ഞാൻ നൂറയൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. സന്തോഷം മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ റിയൽ ക്യാരക്ടർ പുറത്തേക്ക് വന്നാൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഇനി ആദില പുറത്തേക്ക് വന്നപ്പോൾ ആദിലയ്ക്ക് മനസ്സിലായി പണി പാളി എന്നുള്ള സാധനം. ആദില തൻ്റെ സ്വന്തം പേജിൽ ഒരു സ്വന്തം ഒരു വ്ലോഗ് ഇട്ടിട്ടുണ്ട്. പുള്ളിക്കാരി ഇറങ്ങിയപ്പോൾ അഞ്ജന നമ്പ്യാർക്ക് കൊടുത്ത ഇന്റർവ്യൂവിലും ഫുൾ അനുമോളെ ഫോക്കസ് ചെയ്ത് മോശമായിട്ട് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നല്ല ഫ്രണ്ടാ, ഇങ്ങനെ വേണം ഒരു ഫ്രണ്ടായ, ഇങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടോ നിങ്ങൾക്ക് പിന്നെ വെച്ചടി കയറ്റമാണ്. നമുക്ക് ഏതായാലും ആദിലേക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്കാം. നിങ്ങൾ ആദിലേക്ക് കാണുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഓന്ത് പോലും ഇത്രയും നിറം മാറത്തില്ല. ആദിലയുടെ ഒരു ആറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ ഇപ്പൊ പുറത്തുനിന്ന് വന്ന രണ്ടുപേര് ശൈത്യ ഒരു കാര്യം പറയും, അത് ശരിയാണ്, ശൈത്യ പറഞ്ഞത് ശരിയാണ്. അനുമോള് വീഡിയോ കണ്ട് കരുതുന്നു,
അനിമോളാണ് ശരി, അനിമോൾ പോകുമ്പോ അനിമോളെ പോയി കെട്ടിപ്പിടിക്കാം. അത് കഴിഞ്ഞ് അനിമോളെ കെട്ടിപ്പിടിച്ച് കഴിയുമ്പോഴത്തേന് ഇവിടുന്ന് ബിൻസി എന്തെങ്കിലും പറഞ്ഞു, ഇതാണ് ശരി, ഇതാണ് ശരി. ഇങ്ങനെയാണ് ആതിരയുടെ ഒരു പെരുമാറ്റം. അതായത് അപ്പ കാണുന്നവനെ അപ്പച്ചട്ടിയിലിട്ട് വറക്കുന്ന ഒരു പരിപാടിയാണ് ആതിര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏതായാലും ആതിര പുറത്ത് വന്നിട്ട് പറഞ്ഞ ബ്ലോഗ് ഒന്ന് കേട്ട് നോക്കാം. കുഴപ്പങ്ങൾ നമുക്ക് മനസ്സിലായി തുടങ്ങിയത് കേട്ടോ. മെയിനായിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരാളെ അനലൈസ് ചെയ്യുമ്പോൾ ഇയാളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പിസോഡ്സ് കാണുക, കമന്റ്സ് നോക്കിയിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവരുത്. ഇപ്പൊ ഇൻഫ്ലുവൻസ്ഡ് ആവരുത്, അത് പറയാൻ ഏറ്റവും യോഗ്യതയായ ആള് അതിൽ തന്നെയാണ്. ഒരിക്കലും നിങ്ങൾ ഇൻഫ്ലുവൻസ്ഡ് ആവരുത്. ആര് പറഞ്ഞാലും അവർ കഴിയുമ്പോൾ അത് ശരിയാണ്, ഇവർ കഴിയുമ്പോൾ ഇതാണ് ശരി, അതാണ് ശരി, അങ്ങനെ ചിന്തിക്കുന്ന അതിൽ പറയുന്നു നിങ്ങൾ ഒരിക്കലും ഇൻഫ്ലുവൻസ്ഡ് ആകാൻ പാടില്ല. അതായത് 96-97 ദിവസം തൻ്റെ കൂടെ നിന്ന ആത്മാർത്ഥ മിത്രമായ അനുമോൾക്കെതിരെ, അതായത് താൻ തൻ്റെ ഫ്രണ്ടിനെ മനസ്സിലാക്കിയിട്ടേ ഇല്ല എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ ഒരു രണ്ടേ രണ്ട് ഫ്രണ്ട്, ഒരെണ്ണം മതി, ഒറ്റ ഒരു ഫ്രണ്ട് ഇതുപോലെ മതി, ഖതം മുടിഞ്ഞു പോച്ചു. അനുമോളുടെ ഒരു അവസ്ഥ നമുക്ക് എല്ലാവർക്കും വരും. അപ്പോൾ ഈ പുള്ളിക്കാരി പറയുന്നത് ഇൻഫ്ലുവൻസ്ഡ് ആവരുത്, നിങ്ങൾ ഇൻഫ്ലുവൻസ്ഡ് ആവില്ല. പക്ഷേ ശൈത്യ പറഞ്ഞപ്പോൾ ഞാൻ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് ഇല്ലാത്ത കള്ളോ പുള്ളോ എല്ലാ അനുമോക്കെതിരെ പറഞ്ഞു. ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് ഇപ്പോൾ വന്നിരുന്ന് വെളുപ്പിക്കാൻ? പക്ഷെ വെളുപ്പിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഭാര്യ പൂശുന്ന വെള്ളം പോരാതെ വരും, കുറച്ചും കൂടെ പൂശ്. എത്ര വെള്ളം പൂശിയാലും വെളുക്കത്തില്ല. ഇപ്പോഴത്തെ അത് ജനങ്ങൾക്കൊക്കെ ബുദ്ധിയുണ്ട്. ആണെങ്കിലും ആരുടെ ആണെങ്കിലും അനുവിന് നെഗറ്റീവ്സും ഉണ്ട് പോസിറ്റീവ്സും ഉണ്ട്. അനുവിന് എന്താ പറയുക, പക്ഷേ അതിലേക്ക് നെഗറ്റീവ് മാത്രമേ ഇപ്പോൾ വരുന്നുള്ളൂ കേട്ടോ. പോസിറ്റീവ് ഒന്നും ഇങ്ങോട്ട് കാണാൻ പറ്റണില്ല. എന്താ പരിപാടി എന്ന് മനസ്സിലായില്ല. നമുക്ക് ബാക്കി കേൾക്കാം. പല സംഗതികൾ പുള്ളിക്കാരിയായിട്ടുണ്ട്. പക്ഷേ ലെറ്റ്സ് ഫോക്കസ് ഓൺ ദി ഗുഡ് സൈഡ്. കാരണം നന്മയാണ് ലോകത്തിൽ ലാക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ നന്മയുള്ള ലോകമേ, നന്മയെക്കുറിച്ചൊന്നും എൻ്റെ പൊന്നു കുഞ്ഞെ നിങ്ങൾ വന്നിരുന്ന് സംസാരിക്കരുത് കേട്ടോ. നിങ്ങൾ തുടക്കത്തിൽ ഭയങ്കര നെഗറ്റീവായിട്ട് അകത്തേക്ക് വരികയും കുറേ നാൾ ആ പോസിറ്റീവായിട്ടൊരു മൈൻഡ് കൊണ്ടുവരികയും ലാസ്റ്റ് ആയപ്പോഴത്തേനും നിങ്ങളുടെ തനിക്കുണം പുറത്തു വരികയും ചെയ്തു. ഒരാളോട് ദേഷ്യം വന്നു വെറുപ്പ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ തോന്നിവാസമാണ് ഈ ആദില നൂറേനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് നൂറയിൽ പിന്നെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ നൂറേം കണക്കാണ്. പിന്നെ മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും കല്ലിന് കൊണ്ടാ ദുർഗന്ധം എന്നാണല്ലോ. അപ്പൊ ആ ദുർഗന്ധം പറ്റിയതാണെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് നന്മയുടെ പാതയിലേക്ക് പോകാം. നമ്മളെല്ലാം നന്മയുള്ളവരായിരിക്കണം. നന്മയുള്ള ആളുകൾ അതിനകത്ത് ചെയ്ത് കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ പറഞ്ഞ ഒരൊറ്റ കള്ളത്തിന്റെ പേരിലാണ് അനുമോൾ അതിനകത്ത് ഇത്രയും കിടന്ന് വിഷമിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോട്ടെ ഒരു പരിചയക്കാരനോട് കാണിക്കുന്ന മര്യാദയെങ്കിലും നിങ്ങൾക്ക് കാണിക്കായിരുന്നു. അനു ഇതുവരെ ആദിലയെ നൂറേയും ഒരിടത്തും കുറ്റം പറയുന്നിട്ട് അല്ലെങ്കിൽ മോശമായിട്ട് പറയുന്നിട്ട് നമുക്ക് അധികം അങ്ങനെ കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ആദിലയെ നൂറേയും ഈ ഒരു ഗ്യാങ്ങിന്റെ കൂടെ നിൽക്കുമ്പോൾ ആ ഒരു കളറ്, ആ ഒരു ഗ്യാങ്ങിന്റെ കൂടെ നിൽക്കുമ്പോൾ ആ ഒരു കളറ്, അങ്ങനെയാണ് ഈ ആദിലയുടെ നൂറയുടെ ഒരു പെരുമാറ്റം. ഓന്തെന്ന് തന്നെ വിളിക്കേണ്ടി വരും. ഓന്തൊക്കെ നാണിച്ചു പോയി ഇതൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ. ഈ ആ ഒരു സൈഡാണ് ആൾക്കാർ കൂടുതൽ ഫോക്കസ് ചെയ്യാത്തത്. ഇപ്പൊ നെഗറ്റിവിറ്റി ആണെങ്കിൽ അത് കാണാൻ, ഒരു പ്രശ്നമാണെങ്കിൽ അത് കാണാൻ കുറേ പേരുണ്ട്. പക്ഷെ ഒരാൾ സന്തോഷമാണെങ്കിൽ അങ്ങനെ പോകും. അപ്പൊ ഞാൻ അങ്ങനെ ഇതാക്കുന്നൊരു ആളാണ്. അപ്പൊ അതിൻ്റെ അത് ശരി, ഒരാൾ നെഗറ്റീവ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. ഒരാളെ നെഗറ്റീവ് കാണുമ്പോൾ, ഒരാൾ പോസിറ്റീവ് കാണുമ്പോൾ നമ്മൾ അതങ്ങനെ എടുക്കാറില്ല, നമ്മൾ അങ്ങനെ ചെയ്യാറില്ല, നമ്മൾ ഇൻഫ്ലുവൻസ് ആകാൻ പാടില്ല. പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരാളാണ്. ഞാൻ ഇൻഫ്ലുവൻസ് ആവും. എനിക്ക് നെഗറ്റീവ് കാണുന്ന ഇഷ്ടം. പക്ഷെ നിങ്ങളെല്ലാം പോസിറ്റീവ് കാണണം, നിങ്ങളെല്ലാം നല്ലവരായിരിക്കണം. നല്ലതാ. ഇത് എന്ത് നിലപാടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പം എന്തായാലും ലക്ഷ്മിയുടെ ഇല്ലയോട് ഞാൻ യോജിച്ചിരിക്കുന്നു. അത് ഞാൻ വീണ്ടും പറഞ്ഞു, കമ്മ്യൂണിറ്റി വൈസ് ആയിട്ടില്ല, ഈ വ്യക്തിത്വങ്ങളുടെ വ്യക്തിപ്രഭാവം മൂലം ഞാൻ ലക്ഷ്മിയുടെ ഇല്ലയോട് ഞാൻ യോജിച്ചിരിക്കുന്നു. പറഞ്ഞതും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ സൈഡിൽ മിസ്റ്റേക്സും കാര്യങ്ങളും ഉണ്ടല്ലോ, അതൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം അനു എന്നെ വിശ്വസിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. ഇവർ എല്ലാവരും വന്നിട്ട് അവരുടെ വിഷമങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇവള് എൻ്റെ ചെവിയിൽ ഇത് ഓരോന്ന് പറഞ്ഞത് എന്നെ യൂസ് ചെയ്യുമായിരുന്നു. റബ്ബേ, എനിക്ക് അങ്ങനെയൊക്കെ ഒരു സാധനങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. എനിക്കും നല്ല കാര്യം, വളരെ നല്ല കാര്യം. അതായത് അനു എൻ്റെ അടുത്ത് പേഴ്സണലായിട്ടിരിക്കുമ്പോൾ ഫ്രണ്ടായിട്ടിരിക്കുന്ന പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇപ്പോഴും അനു പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നത് കേട്ടോ. അനു 1 എന്ന് പറയുമ്പോൾ അപ്പുറത്തൊരു 3 പൂജ്യം കൂടി ഇട്ടിട്ട് 1000 എന്നാ വെള്ളിക്കാരി പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെ അനു പറഞ്ഞ ഫ്രണ്ട്ഷിപ്പായിട്ട് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ തെറ്റ്. അല്ലാതെ അതിന് പറയാത്ത കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് തെറ്റല്ല. PR-ന്റെ നമ്പർ തന്നു. എടാ, ഞാനൊരു കോമൺ സെൻസ് വെച്ച് ചോദിക്കട്ടെ, ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ എത്ര പേർക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ അല്ലാണ്ട് നിങ്ങളുടെ PR-ന്റെ നമ്പർ, നിങ്ങളുടെ എത്ര സുഹൃത്തുക്കളുടെ നമ്പർ കാണാതറിയാൻ പറ്റും? അപ്പൊ അനു 100 ദിവസം അവിടെ നിന്നിട്ട് ഇപ്പൊ അഭിലാഷ് പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഭാര്യയുടെ മുഖം എനിക്ക് മറന്നുപോയി എന്ന് പറയുന്നുണ്ടായിരുന്നു. പല ആളുകളും പറയുന്നു പുറത്തുള്ള ആൾക്കാരുടെ മുഖവേ മറന്നുപോയി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അനുമോള് PR-ന്റെ നമ്പർ വളരെ കൃത്യമായി ഓർത്തിരിക്കുന്നുണ്ട്. PR-ന്റെ നമ്പർ അല്ലിട്ട് കാണപ്പോഴോ ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചു വെച്ചാലും PR-ന്റെ നമ്പർ പറയും. ബൈഹാർട്ട് ചെയ്ത് പഠിച്ചേക്കുക PR-ന് പുറത്ത് വർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട്.
അത് വിശ്വസിക്കാൻ കുറേ ഉണ്ടോ? ഈ അക്ബറൊക്കെ കുറച്ച് ബുദ്ധി ഉപയോഗിക്കുള്ളേ. ഇഷ്യൂസ് കൂട്ടി ഇവള് എന്നെ ഇങ്ങനെ എന്താ പറയാ ജെനുവിൻ അല്ലായിരുന്നു എന്നോട്, അങ്ങനെയൊക്കെയുള്ള ഒരു സംഗതി തോന്നിയിട്ടുണ്ട്. ട്രൂ, അത് നമുക്കും തോന്നിയായിരുന്നു കേട്ടോ. പക്ഷെ അനു ജെനുവിൻ അല്ലെന്നല്ല, താങ്കൾ ജെനുവിൻ അല്ലെന്ന്. അനു ശരിക്കും ഒരു പാവം കുട്ടിയാണ്. അനു ചുമ്മാ ഷോയ്ക്ക് വേണ്ടി കാണിക്കുന്ന കാട്ടായല്ലാതെ പുള്ളിക്കാരി ശരിക്കും ഒരു പാവമാണ്. പുള്ളിക്കാരിയുടെ ജീവിതത്തെ പറ്റി ഏറ്റവും വലിയ തെറ്റാണ് പട്ടായ ഗേൾസ് അല്ലെങ്കിൽ പാട്ട ഗേൾസ് ആയ നിങ്ങളുമായിട്ട് കമ്പനി കൂടി അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടാക്കിയത്. അനു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യാൻ പോകുന്നൊരു സാധനം അതായിരിക്കും. അപ്പൊ അനുമോളോട് എനിക്ക് പറയാനുള്ളൊരു ഉപദേശം എന്ന് പറഞ്ഞാൽ, പുറത്തിറങ്ങി കഴിയുമ്പോൾ ഇതുങ്ങൾ പലതും പറഞ്ഞ് വീണ്ടും വരും. ദയവ് ചെയ്ത് ഇതുങ്ങളോട്ട് അടുക്കാതിരിക്കുക. അനു ഫുൾ എപ്പിസോഡ് കണ്ട് അനുവിന് മനസ്സിലാവും അനുവിന്റെ പിന്നിൽ നിന്ന് കുത്തിയ കരങ്ങൾ ശൈത്യയുടെ ഒരു കരങ്ങൾ മാത്രമല്ല, ആദിലയുടെ നൂറയുടെ 2 കരങ്ങൾ കൂടെ മൊത്തം 3 കരങ്ങളാണ് അനുവിന്റെ പിന്നിൽ നിന്ന് ചന്നാ ഭിന്ന കുത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു വിഷയത്തില് ഇവര് മാനിപ്പുലേറ്റഡ് ആയി. ആദില നൂറെ മാനിപ്പുലേറ്റഡ് ആയി. ഒരു സുഹൃത്ത്, അപ്പൊ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ടിനെ കുറിച്ച് ഒരുത്തൻ കുറ്റം പറഞ്ഞോണ്ടേ ഓഹോ അവൻ അങ്ങനെയാണോ എന്നാ പിന്നെ അവനെതിരെ പറഞ്ഞോളെ എന്ന് ചിന്തിക്കുന്ന സുഹൃത്തുക്കളും കൊണ്ടോ. അങ്ങനെ ഒരു സുഹൃത്തുണ്ടെങ്കിൽ ആ സുഹൃത്തിന് ഇപ്പൊ തന്നെ കട്ട് ചെയ്ത് കേട്ടോ. ഇതിനേലും വലിയ വിഷമായിരിക്കും നിങ്ങൾ. ആ കേൾക്കാം. മനസ്സിലാക്കുക. അത് കഴിഞ്ഞാൽ എനിക്കിനിപ്പോ അനുവിനോടാണെങ്കിലും ആരോടാണെങ്കിലും മിണ്ടുന്നതിനും കാര്യങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, ഞാൻ മിണ്ടും. എന്റെ പൊന്നളിയ മിണ്ടല്ലേ. ആ കൊച്ച് സമാധാനമായിട്ട് പൊക്കോട്ടെ. ആ ഹൗസിനകത്തിട്ട് അതിനെ ഉപദ്രവിച്ചത് പോരെ. ആ കൊച്ച് അതിന്റെ പണി നോക്കി മനസമാധാനമായിട്ട് പൊക്കോട്ടെ. നിങ്ങൾ മിണ്ടി അതിനൊന്നും ഉപദ്രവിക്കാതിരുന്നാൽ മതി. എൻ്റെ അനു ഈ ആയിട്ട് പിന്നെ കമ്പനി ആണെങ്കിൽ ടാക്സ് വിളിച്ചു വന്നിട്ട് അനുവിനെ ഞങ്ങൾ ചീത്ത വിളിക്കും. നമ്മളെ ഫാൻസുകാർ ഞങ്ങളളകും. പിന്നെ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇവര് വേണ്ട, അങ്ങനെ ഇവര് വേണ്ട. അനു ഒരു നല്ല കൊച്ചാണ്. അനുവിനൊരു മനസമാധാനമുള്ള ഒരു ജീവിതം മുന്നോട്ടുള്ളതാണ്. നിങ്ങളത് തകർത്ത് നാറാണക്കല്ലാക്കരുത് കേട്ടോ. ശൈത്യം വേണ്ട. ബാക്കി പറ. ഞാൻ പുറകെ പോകും, ഒരു നാണമില്ല, ഞാൻ പുറകെ പോകും. കാരണം ആരും ആ സാഡ്നസ് വെച്ച് നിൽക്കണ്ട, എനിക്ക് അതിനോട് താല്പര്യമില്ല. ഒരു സംഭവം സാഡായിട്ട് ഉണ്ടായിരുന്നു കരുതിയിട്ട് ത്രൂ ഔട്ട് ലൈഫിലാണ് നമ്മൾ ട്രാക്ക് ചെയ്ത് പോകരുത്. നമ്മളത് ഓക്കെ ആക്കി കൊണ്ടുവരണം. ഓക്കെ കൊണ്ടുവരണം. കാരണം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഭാഗത്താണ് തെറ്റ്. ഞാൻ പറഞ്ഞതെല്ലാം കള്ളത്തരം വേണമെന്നത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ നല്ല പിള്ള കളിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ അനുവായിട്ട് ഞാൻ ഫ്രണ്ട് ആവും. ഇത് ഇനി ജീവിതത്തിൽ മൊത്തം കൊണ്ടു നടക്കേണ്ടതില്ല. ഇനി നിങ്ങളോട് ക്ഷമിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന അനുവാണ്. നിങ്ങൾ പറഞ്ഞിട്ട് പോയ ഒരു വൃത്തികെട്ട നുണയുടെ പേരിലാണ് ആ കൊച്ചി ഇന്നലത്തെ ഒരു ദിവസം മൊത്തം കരഞ്ഞുകൊണ്ട് നടന്നത്. നിങ്ങളെ സുഹൃത്തായി കണ്ടു എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ടാണ് അനു ഇത്രയധികം ആ വീട്ടിനകത്ത് വിഷമിച്ചത്. ഏതായാലും അനുവിന്റെ ഏറ്റവും വലിയ ബിയർ താങ്കളാണ് ഇപ്പോൾ. താങ്കളും ശൈത്യം നിങ്ങളുടെ ഈ സ്നേഹ വാത്സല്യം മൂലം അനുവിന് കുറെ വോട്ടുകൾ കിട്ടും. ഏതായാലും നമ്മൾ ലാസ്റ്റ് ഫിനാലയിലേക്ക് അടുക്കുകയാണ്. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യുക. ഈ ആദിലെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കേട്ടോ. ഇതുപോലെ ഒരു നല്ല സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ സുഹൃത്തിനെ ഒന്ന് സ്മരിച്ചു കേട്ടോ. ആ സുഹൃത്തിന് തയ്ച്ചു കൊടുത്തു. മറ്റൊരു ഇട്ടാണ്. ബൈ.